അട്രാക്റ്റീവ്നെസ് എന്നുള്ളതിനെ പറ്റിയുള്ള നിങ്ങളുടെ ധാരണ എന്നുള്ളത് ഇങ്ങനെയായിരിക്കും. അതായത് നിങ്ങളുടെ ഫേസ് നന്നായിരിക്കണം, ബെറ്റർ ജോ ലൈൻ, ബെറ്റർ ഐസ് ആൻഡ് ബെറ്റർ ഹെയർ സ്റ്റൈൽ, ഇതൊക്കെ നിങ്ങളിലുണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾ അട്രാക്റ്റീവ് ആകൂ എന്നുള്ളതായിരിക്കും നിങ്ങളുടെ വിചാരം. സോ കണ്ണാടിന് മുമ്പിൽ പോയി നിൽക്കുമ്പോൾ നിങ്ങൾക്ക് തന്നെ തോന്നുന്നുണ്ടായിരിക്കും ഞാൻ അത്ര അട്രാക്റ്റീവ് ഒന്നും അല്ല എന്ന്. ബട്ട് ഇവിടെ നിങ്ങളുടെ ബ്രെയിൻ നിങ്ങളെ കബളിപ്പിക്കുകയാണ്. കാരണം റിയാലിറ്റി എന്താണെന്നാൽ നിങ്ങളിലെ അട്രാക്റ്റീവ്നെസ്സിൽ ഫേസ് വെറും 50% മാത്രമേ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുള്ളൂ. ബാക്കിയുള്ള 50% പ്യുവർ സൈക്കോളജിയാണ്. ഈ സൈക്കോളജിയിലെ കുറച്ച് കാര്യങ്ങൾ തന്നെ നിങ്ങൾ യൂസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്കും അട്രാക്റ്റീവ് ആകാൻ സാധിക്കും, അതും ഫിസിക്കലി യാതൊരു ചേഞ്ചും നിങ്ങളിൽ വരുത്താതെ. സോ ഇതേപ്പറ്റി നമുക്ക് നോക്കാം. ടിപ്പ് നമ്പർ 1, ദ ഹാലോ എഫക്റ്റ്. നമ്മളുടെ ബ്രെയിൻ ചില കാര്യങ്ങൾ കണ്ണും പൂട്ടി അങ്ങോട്ട് വിശ്വസിക്കും. ഫോർ എക്സാമ്പിൾ, നിങ്ങൾ ആരിലെങ്കിലും ഒക്കെ ഒരു പോസിറ്റീവായിട്ടുള്ള കാര്യം നോട്ടീസ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതും വെച്ചുകൊണ്ട് നിങ്ങൾ അവരെ പറ്റി വീണ്ടും ഒരുപാട് കാര്യങ്ങൾ അസ്യൂം ചെയ്യും. സോ നിങ്ങൾ കുറച്ച് കോൺഫിഡൻ്റ് ആയിട്ട് ഇരുന്നാലും നിങ്ങൾ വളരെ സ്മാർട്ട്, ഫണ്ണി, വളരെ കൈൻഡ് ആയിട്ടുള്ള പേഴ്സൺ ആണ് ആൻഡ് അട്രാക്റ്റീവ് ആയിട്ടുള്ള പേഴ്സൺ ആണെന്ന് മറ്റുള്ളവർ വിചാരിക്കും. ഒരു റിയാലിറ്റി എന്താണെന്നാൽ കോൺഫിഡൻസ് എന്നുള്ളത് ഒരു ഫീലിംഗ് അല്ല, ഇത് എന്നുള്ളത് ഒരു ബിഹേവിയർ ആണ്. ഇതിൻ്റെ മീനിങ് നിങ്ങൾ കോൺഫിഡൻ്റ് ആയിട്ട് ഫീൽ ചെയ്യണമെന്ന ആവശ്യമില്ല, നിങ്ങൾ ജസ്റ്റ് 3 സെക്കൻഡ് കോൺഫിഡൻ്റ് ആയിട്ട് കാണപ്പെട്ടാലും മതി. സോ നേരെ നിൽക്കുക, ഷോൾഡർ സ്ട്രെയിറ്റ് ആക്കി വയ്ക്കുക, ചിൻ സ്ട്രെയിറ്റ് ആക്കുക, ദാറ്റ്സ് ഇറ്റ്. ഇതിലൂടെ മറ്റുള്ളവരുടെ ബ്രെയിനിന് നിങ്ങളെ കാണുമ്പോൾ തന്നെ നിങ്ങളൊരു കോൺഫിഡൻ്റ് ആയിട്ടുള്ള പേഴ്സൺ ആണെന്നുള്ള സിഗ്നൽ ലഭിക്കും. ടിപ്പ് നമ്പർ 2, ദ 0.5 സെക്കൻഡ് റൂൾ. ഒരുപാട് ആളുകൾ ഈ ഒരു മിസ്റ്റേക്ക് ചെയ്യുന്നുണ്ട്. ഐ കോണ്ടാക്ട് മെയിൻറ്റെയിൻ ചെയ്യണമെന്ന് വിചാരിച്ച് അവരൊന്നില്ലെങ്കിൽ കണ്ണെടുക്കാതെ ഒരാളെ അങ്ങനെ നോക്കിക്കൊണ്ടേയിരിക്കും, അല്ലെങ്കിൽ മുഴുവനായിട്ടും ഐ കോണ്ടാക്ട് ഇല്ലാതെ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കിക്കൊണ്ടേയിരിക്കും. ഇത് രണ്ടും നിങ്ങളെ നെർവസ് ആയിട്ട് കാണിക്കും. സോ ഇതിൻ്റെ രണ്ടിൻ്റെയും നടുവിൽ ഒരു സ്വീറ്റ് സ്പോട്ട് ഉണ്ട്, അതാണ് 0.5 സെക്കൻഡ് ഐ കോണ്ടാക്ട്. നിങ്ങളൊരാളെ ഫസ്റ്റ് ടൈം കാണുമ്പോൾ ഒരു 0.5 സെക്കൻഡ് അവരൊന്ന് നോക്കുക. ഇത് നിങ്ങളുടെ ജെനുവിൻ ഇൻട്രസ്റ്റിനെ ഷോ ചെയ്യും. നിങ്ങൾ കണ്ണെടുക്കാതെ ഒരാളെ തന്നെ നോക്കുകയാണെങ്കിൽ ഇത് അയാൾക്ക് വിയർഡായിട്ട് ഫീൽ ചെയ്യും. സോ ഈ ഒരു മൈക്രോ മൊമെൻറ്റ് മതി നിങ്ങളെ ഒരു കോൺഫിഡൻ്റ് ആയിട്ടുള്ള പേഴ്സൺ ആയിട്ടും ആ ഒരു പ്രസൻറ്റ് മൊമെൻറ്റിലിരിക്കുന്ന പേഴ്സൺ ആയിട്ടും ഒരു അട്രാക്റ്റീവ് ആയിട്ടുള്ള പേഴ്സൺ ആയിട്ടും കാണിക്കാൻ. സൈക്കോളജിയിൽ ഈ ഒരു കോൺസെപ്റ്റിനെ തിൻ സ്ലൈസിങ് എന്നാണ് പറയുന്നത്. ആളുകൾ നിങ്ങളെ വളരെ പെട്ടെന്ന് തന്നെ ജഡ്ജ് ചെയ്യും. സോ നിങ്ങളിലെ ഒരു ചെറിയ കാര്യം നിങ്ങളെ പറ്റിയിട്ടുള്ള മുഴുവൻ പെർസ്പെക്റ്റീവ്സിനെയും മാറ്റിമറിക്കും. ഫ്രണ്ട്സിന് നിങ്ങൾക്കും ഒരു അട്രാക്റ്റീവ് ആയിട്ടുള്ള പേഴ്സൺ ആയിട്ട് മാറണം. നിങ്ങളിലെ ലേസിനെസ്, കൺഫ്യൂഷൻസ്, ഓവർ തിങ്കിങ് ഇതൊക്കെ മാറ്റിയിട്ട് ഒരു സ്ട്രോങ് പേഴ്സണാലിറ്റി ബിൽഡ് ചെയ്യണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അപ്പോൾ ഇതിനായിട്ട് നിങ്ങൾക്ക് നമ്മുടെ ലൈഫ് ട്രാൻസ്ഫോർമേഷൻ പ്രോഗ്രാമിലേക്ക് ജോയിൻ ചെയ്യാവുന്നതാണ്. ഇവിടെ നിങ്ങളുടെ പേഴ്സണാലിറ്റി, മെൻ്റൽ ഹെൽത്ത്, ഫിസിക്കൽ ഹെൽത്ത് ഇതൊക്കെ ഇമ്പ്രൂവ് ആക്കാനുള്ള ട്രെയിനിങ് നമ്മൾ നിങ്ങൾക്കായിട്ട് പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും. ഒരു പേഴ്സണൽ മെൻറ്ററുടെ സപ്പോർട്ടും ഈ ദിവസങ്ങളിൽ നിങ്ങൾക്കായിട്ട് ലഭ്യമായിരിക്കും. സോ നിങ്ങളുടെ ലൈഫിനൊന്ന് ഇമ്പ്രൂവ് ആക്കണം, നിങ്ങളുടെ ഒരു ബെസ്റ്റ് വേർഷൻ പുറത്തെടുക്കണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അപ്പോൾ ഈ ഒരു നമ്പറിലേക്ക് സപ്പോർട്ട് ഒന്ന് വാട്സപ്പ് ചെയ്യുക, നമ്മൾ നിങ്ങളെ കോൺടാക്ട് ചെയ്യുന്നതായിരിക്കും. ടിപ്പ് നമ്പർ 3, ദ സ്ലോ ബ്ലിങ്ക്. പൊതുവേ നിങ്ങൾ സ്ലോ ആയിട്ട് ബ്ലിങ്ക് ചെയ്യുന്ന ഒരാളാണെങ്കിൽ അപ്പോൾ ആളുകളെല്ലാവരും നിങ്ങളൊരു കാം പേഴ്സണാലിറ്റിയാണ്, നിങ്ങൾ വളരെ കോൺഫിഡൻ്റ് ആണെന്ന് വിചാരിക്കും. ഫാസ്റ്റ് ബ്ലിങ്കിങ് ഈസ് ഈക്വൽ ടു നെർവസ് ആൻഡ് അൺഷുവർ. സ്ലോ ബ്ലിങ്കിങ്ങിലൂടെ അയാളൊരു റിലാക്സ്ഡ് പേഴ്സൺ ആണ് എന്നുള്ളതായിരിക്കും നമ്മളുടെ ബ്രെയിനിന് തോന്നുക. നമ്മളുടെ ബ്രെയിൻ കാംനെസ്സിനെ ഒരു കോമ്പിറ്റൻസ് ആയിട്ട് കാണുന്നു. മോർ കാംനെസ് ഈസ് ഈക്വൽ ടു മോർ അട്രാക്റ്റീവ്, ലൈക്ക് ധോണിയെ പോലെ. ടിപ്പ് നമ്പർ 4, സ്ലോ ഡൗൺ യുവർ വോയിസ് 10% സ്ലോവർ. വളരെ ഡീപ്പായിട്ടുള്ള വോയിസോ ഹസ്കി ആയിട്ടുള്ള വോയിസോ സെക്സി ആയിട്ടുള്ള വോയിസോ ഒന്നുമല്ല നിങ്ങളെ അട്രാക്റ്റീവ് ആക്കുന്നത്. ജസ്റ്റ് നിങ്ങളുടെ നോർമൽ വോയിസിനെ തന്നെ ചെറുതായിട്ടൊന്ന് സ്ലോ ഡൗൺ ചെയ്യുക. ആരൊക്കെയാണോ നിർത്തി സാവധാനം സംസാരിക്കുന്നത് അവരെല്ലാവരും ഓട്ടോമാറ്റിക്കലി വളരെ മെച്യൂർഡ് പേഴ്സണായിട്ടും കോൺഫിഡൻ്റ് ആയിട്ടുള്ള പേഴ്സണായിട്ടും കാണപ്പെടും. ഇവർ പറയുന്ന കാര്യങ്ങൾ എല്ലാവരും ശ്രദ്ധിക്കും. അവരെ ഒരു അട്രാക്റ്റീവ് പേഴ്സണായിട്ടും മറ്റുള്ളവർക്ക് തോന്നും. വളരെ ഫാസ്റ്റായിട്ട് സംസാരിക്കുകയാണെങ്കിൽ അയാൾ വളരെ നെർവസ് ആണെന്ന് മറ്റുള്ളവർ വിചാരിക്കും. സ്ലോ ആയിട്ട് സംസാരിക്കുകയാണെങ്കിൽ നമ്മളുടെ ബ്രെയിനിന് അയാളെന്തോ ജെന്യുവനായിട്ട് പറയാൻ വരുന്നുണ്ട്, അത് കേൾക്കണമെന്നുള്ള തോന്നൽ വരും. ഇതൊരു പ്യുവർ സൈക്കോളജിയാണ്. ടിപ്പ് നമ്പർ 5, ദ സ്പോട്ട് ലൈറ്റ് എഫക്റ്റ്. നിങ്ങളിൽ തീർച്ചയായിട്ടും എന്തെങ്കിലും ഒരു കുറവുണ്ടായിരിക്കും. ലൈക്ക് ചെറുപ്പത്തിൽ തന്നെ മുടി നരയ്ക്കുക, അൺഈവൻ ഷേപ്പ്, പതിഞ്ഞ മൂക്ക് എറ്റ്സെട്ര. ബട്ട് ആക്ച്വലി ഇത് നിങ്ങൾക്ക് മാത്രമേ ഒരു കുറവായിട്ട് തോന്നുള്ളൂ. കാണുന്നവർക്ക് ഇതൊരു സ്പോട്ട് ലൈറ്റ് എഫക്റ്റ് മാത്രമായിരിക്കും. നിങ്ങൾക്ക് അവർ നിങ്ങളുടെ കുറവുകളെ നോട്ടീസ് ചെയ്യുന്ന പോലെ തോന്നും, എന്നാൽ അവരതിനെ കെയർ ചെയ്യുന്നേ ഉണ്ടായിരിക്കില്ല. സൈക്കോളജിയിൽ ഇതിനെയാണ് സ്പോട്ട് ലൈറ്റ് എഫക്റ്റ് എന്ന് പറയുന്നത്. നിങ്ങളുടെ കുറവുകളെ മറ്റുള്ളവരെക്കാളും നിങ്ങളാണ് കൂടുതലായിട്ടും ശ്രദ്ധിക്കുന്നത്. അവർക്ക് അതൊരു വിഷയമേ ആയിരിക്കില്ല.
കോൺഫിഡൻസും ഇതുപോലെ റിവേഴ്സ് ആയിട്ടാണ് വർക്ക് ചെയ്യുന്നത്. നിങ്ങൾ കംഫർട്ടബിൾ ആയിട്ട് നിങ്ങളിൽ തന്നെ ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ മറ്റുള്ളവരും അതുപോലെ ആയിരിക്കും നിങ്ങളെ കാണുക. ടിപ്പ് നമ്പർ 6, ദ പവർ ഓഫ് പോസസ്. ഇത് കുറച്ച് ഇല്ലീഗൽ ടെക്നിക്കിനെ പോലെ ആയിരിക്കും നിങ്ങൾക്ക് തോന്നുക. ആരെങ്കിലുമൊക്കെ നിങ്ങളോട് എന്തെങ്കിലും ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഒരു അര സെക്കൻഡ് പോസ് എടുത്ത് അതിനുശേഷം മാത്രം ആൻസർ ചെയ്യുക. ജസ്റ്റ് ഒരു സ്മോൾ പോസിലൂടെ നിങ്ങൾ വളരെ കാം ആൻഡ് കമ്പോസ്ഡ് പേഴ്സൺ ആയിട്ട് കാണപ്പെടും ആൻഡ് സോഷ്യലി ഇൻ്റലിജൻ്റ് ആയിട്ടുള്ള ഒരു പേഴ്സൺ ആണെന്നും മറ്റുള്ളവർക്ക് തോന്നും. കോൺഫിഡൻ്റ് ആയിട്ടുള്ളവർ മാത്രമേ ഇങ്ങനെ പോസ് ചെയ്യുള്ളൂ, ബാക്കിയുള്ളവർ ധൃതിയിൽ ആൻസർ ചെയ്യും. സോ ഈ ഒരു ടെക്നിക്ക് നിങ്ങളെ വളരെ അട്രാക്റ്റീവ് ആക്കും. ടിപ്പ് നമ്പർ 7, ദ ഓപ്പൺ ട്രയാങ്കിൾ. നിങ്ങൾ ആരോടെങ്കിലൊക്കെ സംസാരിക്കുമ്പോൾ നിങ്ങളുടെ ചെസ്റ്റ് ആൻഡ് ഫീറ്റ് അവർക്ക് നേരെ വയ്ക്കുക. ഒരുപാട് നേരെ വേണ്ട, കുറച്ച് മതി. ഇതിലൂടെ നിങ്ങൾ വളരെ അപ്രോച്ചബിൾ ആണെന്ന് അവർക്ക് തോന്നും. ഇങ്ങനെ ഓപ്പൺ ബോഡി ലാംഗ്വേജ് ഉള്ളവർ നാച്ചുറലി വളരെയധികം അട്രാക്റ്റീവ് ആയിരിക്കും. നമ്പർ 8, ദ ഇമോഷണൽ മിറർ. ഇത് കുറച്ച് സ്കാരി ആയിട്ടുള്ളൊരു ടെക്നിക്കാണ്, ബട്ട് വളരെ എഫക്റ്റീവാണ്. മനുഷ്യർക്ക് പൊതുവെ അവരെ പോലെയുള്ളവരെ വളരെയധികം ഇഷ്ടമാണ്. ഇവിടെ രൂപത്തിലും സ്റ്റൈലിലും ഒരുപോലെയുള്ളവരെ പറ്റിയല്ല നമ്മൾ പറയുന്നത്, നേരെ മറിച്ച് ക്യാരക്ടറിലും ബിഹേവിയറിലും ഒരുപോലെയുള്ളവരെ പറ്റിയാണ് പറയുന്നത്. ഇതിലൂടെ ഇൻസ്റ്റൻ്റ്ലി അവർ നിങ്ങളുടെ കൂടെ കംഫർട്ടബിൾ ആയിട്ട് ഫീൽ ചെയ്യും. സോ മറ്റുള്ളവരുടെ സന്തോഷത്തിൽ നിങ്ങളും ഒരു പങ്കായിട്ട് മാറുക, അവരുടെ വിഷമത്തിൽ അവരുടെ കൂടെ നിൽക്കുക. അപ്പോൾ അവരുടെ ബ്രെയിൻ പറയും, എനിക്ക് ഇയാളെ ഒരുപാട് ഇഷ്ടപ്പെട്ടു എന്ന്. അട്രാക്ഷൻ എന്നുള്ളത് നിങ്ങളുടെ ലുക്കിൽ മാത്രമല്ല ഇരിക്കുന്നത്, അത് ഇമോഷണൽ കണക്ടിവിറ്റിയിലൂടെയാണ് ക്രിയേറ്റ് ആവുന്നത്. ടിപ്പ് നമ്പർ 9, ദ ക്വയറ്റ് കോൺഫിഡൻസ് എഫക്റ്റ്. അട്രാക്റ്റീവ് ആകാൻ നിങ്ങൾ ഒരുപാട് സംസാരിക്കണമെന്ന് ആവശ്യമില്ല, വളരെ കുറച്ച് സംസാരിക്കുക, ബട്ട് എഫക്റ്റീവായും ഒരു ഇൻറ്റൻഷനോട് കൂടിയും സംസാരിക്കുക. ആവശ്യമുള്ള സമയത്ത് വളരെ കുറച്ച് എഫക്റ്റീവായിട്ട് സംസാരിക്കുന്നവരെ വളരെ വാല്യുബിൾ ആയിട്ടുള്ള പേഴ്സണായും വളരെ അട്രാക്റ്റീവ് ആയിട്ടുള്ള പേഴ്സണായിട്ടും എല്ലാവർക്കും തോന്നും. ഇത് സൈലൻസ് അല്ല, ആവശ്യത്തിന് മാത്രം നിങ്ങൾ നിങ്ങളുടെ എനർജിയെ ചിലവഴിക്കുന്നു. നിങ്ങൾ ക്വാളിറ്റിയാണ് നൽകുന്നത്, ക്വാണ്ടിറ്റി അല്ല. ടിപ്പ് നമ്പർ 10, സ്മൈൽ വിത്ത് യുവർ ഐസ്, നോട്ട് വിത്ത് യുവർ മൗത്ത്. എപ്പോഴും അളവിൽ കൂടുതലായിട്ട് ഇങ്ങനെ പല്ല് കാണിച്ചു ചിരിക്കുന്നത് നിങ്ങളെ വീക്കായും നെർവസ് ആയിട്ടും കാണിക്കും. സോ ഒരു ചെറിയ സ്മൈൽ ചെയ്യുക, ഇതിനെ ഡുഷൈൻ സ്മൈൽ എന്ന് പറയും. ഇത് നിങ്ങളെ ഇൻസ്റ്റൻ്റ്ലി അട്രാക്റ്റീവ് ആക്കി മാറ്റും. ഈ ഒരു സ്മൈലാണ് ആക്ടേഴ്സ് എല്ലാവരും മൂവിയിൽ യൂസ് ചെയ്യുന്നത്. ഇത് റിയൽ ലൈഫിലും വർക്കാകും. ഫ്രണ്ട്സ്, ഫൈനലി നിങ്ങൾ മനസ്സിലാക്കേണ്ടത് അട്രാക്റ്റീവ്നെസ് എന്നുള്ളത് നിങ്ങളുടെ ലുക്സ് ഇമ്പ്രൂവ് ആക്കുന്നതല്ല, ഇത് നിങ്ങളുടെ സിഗ്നൽസിനെ ഇമ്പ്രൂവ് ആക്കുന്നതാണ്. നിങ്ങളുടെ പോസ്ചർ, നിങ്ങളുടെ ഐ കോണ്ടാക്ട്, ടോക്കിംഗ് സ്റ്റൈൽ, നിങ്ങൾ എങ്ങനെയാണ് റിയാക്ട് ചെയ്യുന്നത്, ഇങ്ങനെ നിങ്ങൾ ചെയ്യുന്ന ചെറിയ ചെറിയ സൈക്കോളജിക്കൽ ട്രിക്കിലാണ് നിങ്ങളുടെ അട്രാക്റ്റീവ്നെസ് ഉള്ളത്. ഇത് മറ്റുള്ളവരുടെ ബ്രെയിനിൽ നിങ്ങളെ പറ്റിയിട്ടുള്ള ആ ഒരു പെർസ്പെക്റ്റീവിനെ തന്നെ മാറ്റിമറിക്കും. ആളുകൾ നിങ്ങളുടെ ഫേസ് കണ്ടല്ല നിങ്ങളിലേക്ക് അട്രാക്റ്റ് ആകുന്നത്, നിങ്ങളുടെ എനർജി ആൻഡ് ആറ്റിറ്റ്യൂഡ് കണ്ടാണ്. സോ നമ്മൾ ഇപ്പോൾ പറഞ്ഞതിലെ ഏതെങ്കിലും 2-3 ടെക്നിക്ക് നിങ്ങൾ യൂസ് ചെയ്യണമെങ്കിൽ തന്നെ മറ്റുള്ളവർക്കിടയിൽ നിങ്ങൾക്കും അട്രാക്റ്റീവ് ആകാൻ സാധിക്കും. കാരണം അവരുടെ ബ്രെയിനിന് തോന്നും നിങ്ങളൊരു ഡിഫറെൻ്റ് ആയിട്ടുള്ള പേഴ്സൺ ആണെന്ന്. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ നമ്മൾ ഇത്രയും പറഞ്ഞുകൊണ്ട് ഇന്നത്തെ ഒരു വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. സ്റ്റേ സ്ട്രോങ്, സ്റ്റേ പോസിറ്റീവ്, സ്റ്റേ മോട്ടീവ്.